ആ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, അള്ളാഹുവിന്റെ കലാമുണ്ടല്ലോ, നമ്മളിൽ പലർക്കും അതിന് ആദരവില്ല, ബഹുമാനമില്ല, പരിഗണനയില്ല, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറില്ല. നമുക്കത് നിസാരമായി പോയി മരണ വീട്ടിലെടുത്ത് പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് മാറുമ്പോ നമുക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാണ്. ഭയപ്പെടണം ചെറുപ്പക്കാരാ, പെങ്ങളെ, നല്ലതുപോലെ പേടിക്കണം. അത് അള്ളാഹുവിന്റെ കലാമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മുസ്ലിമീങ്ങൾ പഠിക്കണം. മുസ്ലിം ആരാണെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്നറിയുമോ? ഒരു മുസ്ലിമായി ജീവിച്ചാൽ, ഒരു മുസ്ലിം മുഅ്മിനായി ജീവിച്ചാൽ അവന്റെ ജീവിതമാണ് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ അവനെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്വഭാവ ഗുണം കണ്ടിട്ടാണ് ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, ഒരു മുഅ്മിനിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഅബാലയത്തെ പോലെയാകണം ഒരു മുസ്ലിം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിനെ പോലെയാകണം ഒരു മുഅ്മിനിന്റെ സ്വഭാവം. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? പടച്ചവനെ, ആ കഅബാലയത്തെ ഒരു മനുഷ്യന് എത്ര പ്രാവശ്യം കണ്ടാലും അവന് കൊതി തീരുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ, പല യാത്രകളും ചെയ്യാറുണ്ടല്ലോ. വീണ്ടും ഒരു യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോ ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ അവിടെ പോയവരാണ്, ആ സ്ഥലം കണ്ടവരാണ്, അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയുന്നവരാ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നീ 1,00,000 പ്രാവശ്യം കണ്ടാലും നിനക്ക് മതി വരുന്നില്ല. അവിടെ പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നില്ല. ഞാൻ കണ്ട സ്ഥലമാണ്, അതുകൊണ്ട് വേറെ എവിടെങ്കിലും പോകാമെന്ന് നമ്മൾ പറയുന്നില്ല. ആ കഅബാലയം കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്, ആ കഅബാലയത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. ആ കഅബാലയത്തിലൊന്ന് തൊടാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാനൊന്ന് ചുംബിക്കാൻ, പടച്ചവനെ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയെന്ന് നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത കൊതിയാണ്, നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എത്ര കണ്ടാലും മതി വരുന്നില്ലടോ. അവസാനം ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞ് വിടവാങ്ങൽ തവാഫ് കഴിഞ്ഞ് അവസാനം അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് സലാം പറയുമ്പോ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറയുകയാണ്. അവൻ അവസാനം പിരിയുമ്പോഴും പറയുന്നത്, പടച്ചവന് എനിക്കിനിയും വരാനും ഇനിയും കാണാനും എനിക്ക് ഭാഗ്യം തരണേ എന്ന് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് പിരിയുമ്പോ ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് നബി തങ്ങളുടെ സ്വഭാവം. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട ഒരാള്, നബി തങ്ങളോട് സംസാരിച്ച ഒരാള്, നബി തങ്ങളുടെ കൂടെ ഇരുന്ന ഒരാള്, പടച്ചവനെ അവർക്കൊരിക്കലും മതിയാകുന്നില്ല. നബി തങ്ങളെ എത്ര കണ്ടാലും മതി വരില്ല. നബി തങ്ങളുടെ സംസാരം എത്ര കേട്ടാലും മടുപ്പ് വരില്ല. നബി തങ്ങളുടെ കൂടെ എത്ര നേരം ഇരുന്നാലും പിന്നെയും പിന്നെയും ഇരിക്കാൻ കൊതിക്കുകയാണ്. പടച്ചവനെ, അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. ഇങ്ങനെ ആയിരിക്കും ഒരു മുഅ്മിന്. അവനെ കാണാൻ ജനങ്ങൾ കൊതിക്കുകയാണ്, അവനോട് സംസാരിക്കാൻ കൊതിക്കുകയാണ്, അവന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ
ഇതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമടോ. ഒരു മുസ്ലിമിന്റെ ജീവിതം അതാണ്. എന്തിനാ വഅദ് പറയുന്നത്? എന്തിനാ ജനങ്ങളെ ഉപദേശിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാൻ. അതായിരുന്നു ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം. അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ടവര്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പടച്ചവനെ, യമനിലെ രാജാവാണ് സുമാമ. ഇസ്ലാമിനോട് വല്ലാത്ത വെറുപ്പാണ്, ഇസ്ലാമിനോട് വല്ലാത്ത ശത്രുതയാണ് സുമാമയ്ക്ക്. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത വെറുപ്പാണ്. നിബിതങ്ങളെ കൊല്ലാൻ ഒരുപാട് പാപിശം പരിശ്രമിച്ച മനുഷ്യനാണ് സുമാമ. നിബിതങ്ങളെ ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയാണ്. നിബിതങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം സുമാമയ്ക്ക് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞടോ. ഒരുപാട് മുസ്ലിമീങ്ങളെ സുമാമ അവിടെ നിന്ന് കൊന്നുകളയുകയാ. ഒരുപാട് മുസ്ലിമീങ്ങളെ സുമാമ എവിടെ നിന്ന് കൊന്നുകളഞ്ഞു. വല്ലാത്ത ഉപദ്രവമായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, സുമാമയെ ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളയണേ സഹാബാ. നിബിതങ്ങൾ കൊല്ലാൻ പറഞ്ഞ സ്വഹാബ മനുഷ്യനാണ്. അത്രത്തോളം അവൻ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചവനാണ്. ആ സുമാമ എവിടെ വെച്ച് കിട്ടിയാലും കൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ ഓർഡർ ഇട്ടിരിക്കുകയാണ്. സ്വഹാബത്ത് അവനെ തിരഞ്ഞു നടക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ ഒരു ദിവസം അതാ ഒരു മനുഷ്യനെ കിട്ടുകയാണ്. പാതിരാത്രി ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ സംസാരവും അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംശയിക്കുന്ന രീതിയിലാണ് അവന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അതുകൊണ്ട് സ്വഹാബത്തിന് സംശയമായി, ഇവൻ ഇസ്ലാമിന്റെ ശത്രുവാണോ അതോ ഇസ്ലാമിന്റെ അനുകൂലിയാണോ? പടച്ചവനെ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യനെ പിടിച്ചു കൊണ്ടുവന്ന് മസ്ജിദ് നബവിയിൽ കെട്ടിയിടുകയാ. മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തീരുമാനിക്കട്ടെ, പ്രവാചകൻ വന്നിട്ട് ഈ മനുഷ്യന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നു, ആരാണെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിബിതങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, സംശയകരമായ അവസ്ഥയിൽ കിട്ടിയ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട് നബിയേ. നബിതങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനെ നോക്കുകയാണ്. ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് നോക്കുകയാ. എന്നിട്ട് നബിതങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആ കിടക്കുന്നതാരാണെന്നറിയുമോ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാണ്, ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനാരെന്നറിയോ? സ്വഹാബത്ത് പറഞ്ഞു, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് സുമാമയാണ് സ്വഹാബാ. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ തയ്യാറായ ആ മനുഷ്യനെയാണ് പള്ളിയുടെ തൂണിലെവിടെന്ന് കെട്ടിക്കിട്ടിരിക്കുന്നത്. സുമാമയാണെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കുകയാണ്, അവരുടെ രക്തം ഇങ്ങനെ തിളയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ, നബിതങ്ങൾ എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ ഓരോ മനുഷ്യനും കൊതിച്ചു പോവുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഒരാൾ
ഒരാളും സുമാമയെ തൊട്ടു പോകരുത് സഹാബ. ഒരാള് പോലും സുമാമയെ തൊട്ടു പോകാൻ പാടില്ല. അള്ളാന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്. രണ്ടാമത് പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് സുമാമയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. നിങ്ങൾ ഒരു പ്രയാസവും വരുത്തരുത്, നിങ്ങൾ ഭക്ഷണവും പാലും കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ നബിതങ്ങൾ പറഞ്ഞ മനുഷ്യനെയാ സ്വഹാബത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് നബിതങ്ങൾ ചോദിച്ച്, ഈ കിടക്കുന്നത് ആരാന്നറിയോ? സുമാമ. സ്വഹാബത്ത് മുഴുവനും പടച്ചവനെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നേക്കാമെന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുമ്പോഴാ നബിതങ്ങൾ പറയണത്, ചങ്ങാതി ഒരാൾ പോലും തൊട്ടുപോകാൻ പാടില്ല. നബിതങ്ങൾ പറയുന്നു, കഴിക്കാൻ ഭക്ഷണവും കൊടുക്കണം, പാലും കൊണ്ടുവന്ന് കൊടുക്കണം. ദഹിക്കുന്നില്ല സഹാബത്തിന്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞത് സഹാബത്ത് അനുസരിച്ചു. അവര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, അവര് പാല് കൊണ്ടുവന്ന് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കഴിഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയുടെ ചാരത്ത് ചെന്നിട്ട് നബിതങ്ങൾ ചോദിച്ചു, മാതാ ഇൻദക യാ സുമാമ, എന്തുണ്ട് സുമാമ വിശേഷമൊക്കെ? നബിതങ്ങൾ സുമാമയോട് ചോദിച്ചു, എന്താണ് വിശേഷമൊക്കെ? ഫഖാല ഇന്ദി യാ മുഹമ്മദ് ഖൈർ, മുഹമ്മദ് എനിക്ക് സുഖമാ, നീ എന്നെ എനിക്ക് നിനക്കെന്നെ വേണമെങ്കിൽ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നുകളയാം. സുമാമ പറയുന്നുണ്ട്, മുഹമ്മദെ എന്നെ നീ വെറുതെ വിട്ടാൽ നിനക്ക് ഞാൻ ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല, പോയി. രണ്ടാമത്തെ ദിവസമായി. രണ്ടാമത്തെ ദിവസം നബി തങ്ങൾ സുമാമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, സുമാമ സുഖമാണോ നിനക്ക്? ആ ചങ്ങാതി ആദ്യത്തെ ദിവസം പറഞ്ഞ അതേ മറുപടി തന്നെ രണ്ടാമതും പറഞ്ഞു. നബി തങ്ങൾ പോയി. മൂന്നാമത്തെ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയോട് ചോദിച്ചു, എന്താ വിശേഷം? അപ്പോഴും അതേ മറുപടി തന്നെ. 3 ദിവസം കഴിഞ്ഞപ്പോ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഓനെ അഴിച്ചുവിട്ടേക്കാൻ. സുമാമയെ അഴിച്ചുവിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ സുമാമയെ അഴിച്ചുവിട്ടു. സുമാമ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വഹാബത്ത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു, ഒന്നും മനസ്സിലാകാത്തവരെ പോലെ. സുമാമ എവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചങ്ങ് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ സുമാമ അവിടെ നിന്ന് തന്റെ വാഹനം കെട്ടിയിട്ടു. എന്നിട്ട് ഇറങ്ങി കൈകാലുകൾ കഴുകി, തന്റെ കയ്യും കാലുമെല്ലാം കഴുകി. എന്നിട്ട് സുമാമ നബി തങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വന്നു. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് സുമാമ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. എന്നിട്ട് സുമാമ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം മുഹമ്മദ് അങ്ങയുടെ മുഖമായിരുന്നു. പക്ഷെ ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെയാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയായിരുന്നു. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നാട് മദീനയാ. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സ്വഭാവം, ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി എന്ന് സുമാമ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ സ്വഭാവം ഇതാ. ഒരു മുസ്ലിം ഇങ്ങനായിരിക്കണം. അവന്റെ നടത്തവും അവന്റെ പ്രവർത്തനവും അവന്റെ സ്വഭാവവും അവന്റെ സർവ്വകാര്യങ്ങളും ജനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് നമ്മളോട് പറഞ്ഞു തരാറുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, നീ ഖുർആൻ ഒന്ന് പഠിക്കണേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അതും മറ്റുള്ളവർക്ക് നീയൊന്ന് പകർന്നു കൊടുക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ വിശുദ്ധമായ റമളാൻ മാസത്തിൽ ആ ഖുർആൻ പഠിക്കുകയും ആ ഖുർആൻ പറയുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. കാരണം നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ പടച്ചവനെ, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ ഖുർആനിന് കഴിയുമടോ? ആ ഖുർആൻ ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ നമ്മളുടെ സർവ്വ പ്രവർത്തനങ്ങളും മാറുകയാണ്. ആ ഖുർആൻ കേട്ടപ്പോഴാണ്, ആ ഖുർആൻ പഠിച്ചപ്പോഴാണ് പലരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റം വന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ
ഉമർ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നത് ഖുർആൻ കേട്ടിട്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന് നന്നാകാൻ പറ്റുമായിരുന്നെങ്കിൽ, ഉമറിന്റെ ജീവിതത്തിൽ ഖുർആൻ മാറ്റം വരുത്തിയെങ്കിൽ പടച്ചവനെ നമുക്കും മാറാൻ കഴിയുമടോ. ഉമർ ആരാണെന്നറിയുമോ? ഖത്താബിന്റെ മകൻ. ഉമറിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ, ഉമറിന്റെ അയൽവാസിയായ മനുഷ്യനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ, എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന ഈ കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാ എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാ എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അത്രത്തോളം ജീവിതമായിരുന്നു ഖത്താബിന്റെ മകൻ ഉമറിൻ്റെത്. നബിതങ്ങളെ കൊല്ലാൻ പോയവനാണ്, അള്ളാന്റെ റസൂലിനെ കൊല്ലുമെന്ന് ശപഥമെടുത്തിട്ട് പോയവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ മുസ്ലിമാ എന്നറിയുന്നത്. അങ്ങനെ ഫാത്തിമാനെ നന്നാക്കാൻ പോയതാ. പടച്ചവനെ, വീട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ പ്രിയപ്പെട്ട സഹോദരി എടുത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. അവസാനം തന്റെ കൂടപ്പറപ്പിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ടപ്പോ ഉമർ തങ്ങളുടെ ദേഷ്യമൊന്ന് ശമിക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നീ എന്തോ വായിക്കുന്നത് കണ്ടല്ലോ, എന്തോ പാടുന്നത് കണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായത്തിന്റെ ചില ആയത്തുകൾ അങ്ങ് പാരായണം ചെയ്തു കൊടുത്തപ്പോ അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിബിതങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വഹാബത്ത് പലരും പേടിച്ചു നിൽക്കുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറാണ് വരുന്നത്. സ്വഹാബത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു, ഉമറേ, നബി തങ്ങളെ കാണാമെന്നതാണോ, മുസ്ലിമാകാമെന്നതാണോ, നിനക്കിതിനകത്ത് കയറിയിട്ട് ജീവനോടെ തിരിച്ചു പോകാം, അല്ല നബി തങ്ങളെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ഉമറേ, ജീവനോടെ നീ തിരിച്ചു പോകില്ല. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാ എന്ന ചരിത്രം പറയുമ്പോ ഒരു വഅലല്ല നന്നാക്കിയത്, ഒരു പ്രഭാഷണമല്ല നന്നാക്കിയത്, ഒരാളുടെയും നസീഹത്തല്ല നന്നാക്കിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ ചില ആയത്തുകൾ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ സഹോദര, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉമറിന്റെ ഭരണമാണ്, ഉമറിന്റെ ഭരണം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും പറയുന്ന ഒരവസ്ഥയിലേക്ക് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ജീവിതം മാറ്റിയത് ഖുർആനാണോ? അതുകൊണ്ട് എന്റെ യുവതലമുറയോട് പറയുകയാണ്, നിങ്ങൾ ഖുർആനിലേക്കൊന്ന് മടങ്ങ്, അല്ലാഹുവിന്റെ ഖുർആനൊന്ന് പഠിക്കാൻ തയ്യാറാകൂ, ആ ഖുർആനൊന്ന് ഓതാൻ തയ്യാറാകൂ. ആ ഖുർആൻ പഠിക്കാൻ തയ്യാറായാൽ ഏതൊരു മനുഷ്യനും മാറുമടോ, ഏത് വൃത്തികെട്ടവനും മാറുമടോ. പടച്ചവനെ, ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതാണ്. അതാ കൊട്ടേഷൻ നേതാവായിരുന്നു, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്നു ഫുളൈല്. മോശമായ ജീവിതം നയിച്ചവനാണ് ഫുളൈല്. ഫുളൈൽ ഒരു പെണ്ണിനെ കൊതിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനമുണ്ടാകില്ല. അതുപോലെ ജീവിച്ചവനാണ് ഫുളൈല്. ആ ഫുളൈലിനോട് കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല്, നീ എല്ലാ പെണ്ണുങ്ങളെയും വളയ്ക്കുമല്ലോ, എന്നാ ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ. എത്ര പരിശ്രമിച്ചിട്ടും ആ പെണ്ണ് ഞങ്ങൾക്ക് വഴങ്ങുന്നില്ല. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ ആ പെണ്ണിനെയൊന്ന് വളച്ച് കാണിക്കേ.
ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ കൂട്ടുകാര് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചവനെ ഒരു സ്വാലിഹത്തായ പെണ്ണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന്റെ പുറകെ ഫുളൈൽ നടക്കാൻ തുടങ്ങി. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അവസാനം പടച്ചവനെ വൈരാഗ്യമായി. അവസാനം ആരും അറിയാതെ ആ പെണ്ണ് ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് മതിൽ ചാടുകയാണ്. വീട് ചവിട്ടി തുറന്ന സുന്ദരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. ആരുമില്ലാത്ത സമയത്ത് ആരോഗ്യവാനായ ഫുളൈൽ അവസാനം എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ആ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്ക് തുടകൾക്കിടയിൽ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരു ഖുർആനിരുന്നൊരു ഉമ്മ പാരായണം ചെയ്യുകയാ. ഒരു ഖുർആനിന്റെ ആയത്ത് കേൾക്കുകയാണ്. പരിസരത്തുള്ള വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തങ്ങ് പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോ ആ പെണ്ണ് ഫുളൈലിനെ നോക്കുകയാണ്. ആ പെണ്ണ് ഫുളൈലിന്റെ മുഖത്ത് നോക്കുകയാണ്. ആ പെണ്ണിന്റെ കണ്ണ് നിറയുന്നുണ്ട്. അതുവരെ നിലവിളിച്ച പെണ്ണ്, അതുവരെ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് കരഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പോ ഫുളൈലിന്റെ മുഖത്തിങ്ങനെ സങ്കടത്തോടെ നോക്കുകയാണ്. ഫുളൈൽ ചോദിച്ചു, എന്തിനാ പെണ്ണെ നീ ഇങ്ങനെ നോക്കുന്നത്? ഇതുവരെ നിലവിളിച്ച നീ, ഇതുവരെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന നീ എന്താണ് എന്റെ മുഖത്തിങ്ങനെ നോക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, അല്ലാഹു ചോദിക്കുന്നത് കേട്ടോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേട്ടോ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ ഫുളൈലേ? ഒരുപാട് ആസ്വദിച്ചില്ലേ? ഒരുപാട് അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നില്ലേ? നന്നാകാ സമയമായില്ലേ? ആ ഒറ്റ ഒരായത്ത് കേട്ടപ്പോ ആ സുന്ദരിയായ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് ഇറങ്ങി പോവുകയാണ്. ആ ഒരൊറ്റ ആയത്താണ് ആ ചെറുപ്പക്കാരനെ നന്നാക്കിയത്, ജീവിതത്തിൽ മാറ്റം വരുത്തിയത്, ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. ഫുളൈൽ പിന്നെ ആരായി മാറിയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ തയ്യാറായാൽ, അതൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്, നമ്മൾ നന്നാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ എന്തു പറയാനാ, നമ്മൾ ഒരുപാട് ഖുർആൻ പഠിക്കുന്നവരാ, ഖുർആൻ ഒരുപാട് കേൾക്കുന്നവരാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ഖുർആൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും കാണാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ മാറുന്നില്ലടോ, നമ്മൾ നന്നാകുന്നില്ല, നമ്മുടെ മക്കൾ നന്നാകുന്നില്ല. അവര് കള്ളു കുടിക്കുകയാണ്, അവര് കഞ്ചാവടിക്കുകയാണ്, അവര് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. 9 മാസം 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നും പ്രസവിച്ച മാതാവിന് അവര് കുത്തിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും തയ്യാറാവുകയാണ്. ഒരു ഭയമില്ലടോ. ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് വല്ലാത്ത അത്ഭുതമാണ്. അല്ലാഹുവേ, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. എന്നാൽ ഈ പരിശുദ്ധമായ ഖുർആൻ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ നന്നാക്കിയല്ലോ. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ കള്ളും പെണ്ണും വ്യഭിചാരവുമായി നടന്നവർ, അവരെ നന്നാക്കിയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അന്ന് വാപ്പമാര് മക്കളോട് കൊടുക്കുന്ന വസിയ്യത്ത് എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ഖബറിന്റെ മുകളില് ഒരു മുന്തിരിയുടെ തൈ നടണേ.
ഒരു മുന്തിരിയുടെ തൈ വേണം നടാൻ. കാരണമെന്ത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുന്തിരിയിൽ നിന്നല്ലേ കള്ളുണ്ടാക്കുന്നത്. അതിന്റെ വേരുകൾ താഴേക്ക് ഇറങ്ങിയാൽ പടച്ചവന് എന്റെ ശരീരം മണ്ണിലേക്ക് അലിഞ്ഞു ചേരുമല്ലോ. ആ വേരുകൾ എന്റെ ശരീരത്തിലേക്ക്, ആ അലിഞ്ഞു ചേർന്ന മണ്ണിലേക്ക് ആ വേരിറങ്ങിയാൽ ആ മുന്തിരിയുടെ രസമെങ്കിലും എനിക്ക് കിട്ടുമല്ലോ. ജീവിച്ചിരിക്കുമ്പോ മക്കളോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ മുകളിൽ മുന്തിരി തൈ നടണേ എന്ന് പറഞ്ഞ അവരുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ നിലപാടതായിരുന്നു, ആ ഖുർആനിന്റെ നിലപാടതായിരുന്നു. അതൊക്കെ മോശമായ പ്രവർത്തനമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? ഞാൻ ഖുർആൻ പഠിച്ചവനാണ്, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്, ആ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നവനാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കണതിൽ അധികം പേരും ഖുർആൻ പഠിച്ചവരാ, ഖുർആൻ പാരായണം ചെയ്യുന്നവരാ, ഖുർആൻ കേൾക്കുന്നവരാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ ഒരായത്ത് കേട്ടപ്പോഴാ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെ. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവ് ഒറ്റ ആയത്ത് കേട്ടപ്പോഴാ നന്നായത്. നമ്മളോ ആയത്ത് കേട്ട് 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 നമ്മൾ മടുത്തിരിക്കുകയാ, നമ്മൾ നന്നാകുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. നിസ്കാര കുപ്പായം ഇട്ടിട്ട് ഒരു 5-6 പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നൊരു വീഡിയോ. ഒന്ന് ആലോചിക്കുക, നിസ്കാര കുപ്പായം ഇട്ടിട്ട്. അതുമാത്രമല്ല, ഒരു പെൺകുട്ടി ചോദിക്കുന്നു സ്വർഗം എവിടാന്ന് കാണണമെങ്കിൽ. ഇന്നത്തെ ഒരു ചെറിയ പെൺകുട്ടി, 2 പെൺകുട്ടികൾ ഫർദയൊക്കെ ഇട്ടിട്ട് പറഞ്ഞൊരു വാർത്ത, സ്വർഗം എവിടെയാണെന്ന് കാണണമെങ്കിൽ എളുപ്പവഴി കാലെവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ മതി, അപ്പൊ സ്വർഗം കാണാം. ഇവിടെ നമ്മുടെ മക്കൾക്ക്, ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായൊരു വാർത്ത. അവർക്ക്, നമുക്ക് ഇപ്പൊ ഈ കുട്ടികളോട്, വിദ്യാഭ്യാസം കൂടിയിരിക്കുന്ന മക്കളോട് പോയിട്ട്, എടാ വീട്ടിലെ തീയ് നരകത്തിലെ തീയുടെ 70% അംശമാന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊന്ന് നോക്കും. ഇന്നത്തെ കുട്ടികളോട് പറയുന്നു, ഈ വീട്ടിലെ തീയ് നരകത്തിലെ തീയുടെ 70% അംശമേ ഉള്ളെന്ന് പറഞ്ഞാൽ എന്തൊരു തെള്ളല ഉസ്താദേ. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചോദിക്കണേ. ഇന്നത്തെ കുട്ടികളോട് പറയുന്നു, സ്വർഗത്തിലെ ഒരു മരം, നബിതങ്ങൾ പറയുന്നു, ഇന്നഫിൽ ജന്നത്തിലെ ഷജറ, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ വലുപ്പം നബിതങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യന് വാഹനപ്പുറത്ത് ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ 100 കൊല്ലം സഞ്ചരിച്ചാലും ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 കൊല്ലം സഞ്ചരിച്ചാലും ആ മരം വിട്ടുകിടക്കൂല. അത്രയും വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് ഉസ്താദെ നരകം ഉണ്ടടാ മോനെ, നരകമുണ്ട്. എവിടെ ഉസ്താദെ ഇരിക്കണേന്ന് വെക്കണേ? ആകാശത്തിലാണോ അതോ ഭൂമിയിലാണോ? ഭൂമിയുടെ അടിയിലാണോ അല്ല വല്ല കടലിനടിയിൽ കൊണ്ട് അല്ല ഒളിപ്പിച്ചിരിക്കാൻ നിൽക്കുന്നത്? നരകം എവിടെ ഇരിക്കണേന്ന് വെക്കണേ? ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായം പോയി. ഉപദേശത്തിന് വല്ല കുറവുണ്ടോ? ജനിച്ച ഉടനെ ബാങ്ക്, ഇക്കാമത്ത്, പിന്നങ്ങോട്ട് തുടങ്ങിയ ഉപദേശം, മദ്രസ, മാതാപിതാക്കളുടെ ഉപദേശം, വഅ്ളുകള്, എന്തെല്ലാം കേൾക്കാൻ പറ്റുമോ അത്രത്തോളം ഉപദേശം കൊടുത്തു. വല്ല മാറ്റമുണ്ടോ? വല്ല മാറ്റമുണ്ടോ? നന്നാകുന്നില്ല. ഇവിടെ ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രഭാഷണത്തിന്റെ പവർ മനസ്സിലാക്കണമെങ്കിൽ, ഒരു വഅ്ളിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളോട് പറയുന്നു, വിശ്വാസത്തിന്റെ വിഷയത്തിൽ നിങ്ങളൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമുകളോട് അല്ലാഹ് പറയാ, നിങ്ങൾ വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ആ പെണ്ണാരാ? ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള്.
ഒരു സാധാരണ നമ്മളെ പോലെ സാധാരണ ഒരാളുടെ മകള്, ആ മകളെ കാണിച്ചിട്ട് അള്ളാഹു പറയുന്നു വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ പോലെയാകണം നിങ്ങൾ. ആ പെണ്ണ് ആരാ? മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരുടെ ഭാര്യ? സാക്ഷാൽ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ ഭാര്യ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ നടന്ന ഫിർഔനിന്റെ ഭാര്യ. അവൻ ആരാന്നറിയോ? അവൻ സാധാരണ ആളല്ല. അവനെ നമ്മൾ അങ്ങനെ നിസാരമായിട്ട്, എന്തുകൊണ്ടാണ് അവന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുള്ള പറയാൻ പറഞ്ഞ? അവൻ അങ്ങനത്തവനായതുകൊണ്ടാ. ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് ഒരു പ്രസംഗം നടത്തുമെന്നാ. അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ തന്റെ അനുയായികളോടൊക്കെ പ്രസംഗം നടത്തുമെന്ന്. അപ്പൊ ഇങ്ങനെ ഇബ്ലീസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമത്രേ. അപ്പോഴാണ് ഫിർഔൻ ഇങ്ങനെ നടന്നു വരും. ഫിർഔൻ ഇങ്ങനെ വരുമ്പോ, ഈ ടീച്ചർ വരുമ്പോ വിദ്യാർത്ഥികളൊക്കെ എഴുന്നേക്കുന്നത് പോലെ ഇരിക്കണ സ്ഥലത്ത് നിന്ന് ഇബ്ലീസ് എഴുന്നേറ്റ് നിൽക്കുമത്രേ. ഇബ്ലീസ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിർഔൻ ചോദിക്കും, എന്തുവാടാ എന്നെ കളിയാക്കുന്നോ? നീ എന്താ കളിയാക്കുന്നോ? നീ ഒറ്റ ഒരുത്തനാടാ എന്നെ ഇങ്ങനെ ആക്കിയേ. ഇബ്ലീസിനോട് ഫിർഔൻ പറയൂ അത്ര, എന്നെ നീ ഇങ്ങനെ ആക്കിയത് നീ ഒറ്റ ഒരുത്തനാ, എന്നിട്ട് നീ എന്നെ കളിയാക്കുന്നു, എന്നെ കണ്ടപ്പോ എഴുന്നേക്ക്. ഇല്ലളിയ, നീ സാധാരണ ആളൊന്നുമല്ല, നീ സാധാരണ ആളൊന്നുമല്ല, നിന്നെ ഇങ്ങനെ ആക്കിയത് ഞാനാ. ഈ നരകത്തിൽ കിടക്കുന്നവരെ മുഴുവനും വഴിപഴപ്പിച്ചത് ഞാനാ. എന്നാലും നീ സാധാരണ ആളല്ല. അതെന്താണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാ അല്ലാഹ്? പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഇബ്ലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാ അല്ലാഹ്? പറഞ്ഞിട്ടുണ്ടോ? ബദർ ദിനമാ നാളെ അല്ലേ? 17-ാം രാവ്. ബദർ ദിനത്തിന്റെ അന്ന് ഇബ്ലീസ് നോക്കുമ്പോ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഓടുമ്പോഴാണ് കയറി പിടിച്ചത്. അപ്പോഴും പറഞ്ഞത് ഇന്നി അഖാഫുള്ള, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. അവൻ അപ്പോഴും ഓടുമ്പോ പറയുന്നുണ്ട്, വരേണ്ടവർ വരുന്നുണ്ട്, ഞാൻ പോയി, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. ഇവിടെ ശൈത്താൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അല്ലാഹ്. കാരണം എന്തേ? അവൻ അല്ലാഹ് ആരെന്നറിയാം. പക്ഷെ ആര് പറഞ്ഞിട്ടുണ്ട് ഞാൻ റബ്ബാണെന്ന്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കണേ? ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? ആരാ? റമളാൻ മാസത്തിൽ സർവ്വ ശൈത്താന്മാരെയും കെട്ടിയിടത്തില്ലേ? ഇടുവോ? 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 എന്നിട്ട് നോമ്പും പിടിക്കാതെ വീടിയും വലിച്ചടക്കണ ചിലതിനെ കണ്ടിട്ടില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അല്ലേ? ഹിന്ദുക്കൾ വരെ നോമ്പ് പിടിക്കൂലേ? എത്രയോ കുട്ടികൾ നോമ്പ് പിടിക്കണില്ലേ? നമ്മുടെ കൂട്ടത്തിലുള്ള പോടാ നോമ്പൊക്കെ എന്ത് നോമ്പ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഫിർഔനിന്റെ ഭാര്യയാണ് ആര്? ആസിയ ബീവി. വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടുപഠിക്കാൻ അല്ലാഹു പറഞ്ഞേ. ഈ പെണ്ണ് ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര വഴുത്? നിങ്ങളുടെ മൊബൈലിൽ എത്ര വഴുതുണ്ട്? നിന്റെ ഭാര്യ, നമ്മുടെ ഭാര്യയുടെ കയ്യിൽ എത്ര വഴുതുണ്ട്? ഏതെങ്കിലും ഉസ്താദിന്റെ വഴുത്. അതിനിടയിൽ സിനിമയുണ്ട്, പാട്ടുമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ആസിയ ബീവി ജീവിതത്തിൽ ഒറ്റ പ്രഭാഷണമേ കേട്ടിട്ടുള്ളൂ. ആ പ്രഭാഷണം കേട്ട പെണ്ണിനെ കുറിച്ച് അല്ലാഹ് ഇങ്ങനെ പറഞ്ഞേ. പക്ഷെ ആസിയ ബീവി കേട്ട പ്രസംഗം ആരുടേതായിരുന്നു? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രസംഗമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഭാഷണമാണ് ആര് കേട്ടത്? ആസിയ ബീവി കേട്ടത്. അതുകൊണ്ടാണ് ആസിയയുടെ ജീവിതത്തിൽ മാറ്റം വന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അങ്ങോട്ട് കേൾക്ക്. പക്ഷെ ഖുർആൻ അങ്ങോട്ട് കേട്ടിട്ട് നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല. ഈ ഇരിക്കണ വാപ്പ ചോദിക്കുന്നു, ഉസ്താദ് എൻ്റെ മോന് അവൻ 8-ാം ക്ലാസ്സിലേ ആയുള്ളൂ. ഇന്നലെ ഞാൻ ഒരു ചാനലിൽ കണ്ടു, ഒരു ഉമ്മ പറയുന്നു, എൻ്റെ മകൻ 8-ാം ക്ലാസ് പഠിക്കാൻ തുടങ്ങുമ്പോഴേ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന്. 8-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മുതലേ എൻ്റെ മകന് കഞ്ചാവ് അടിക്കാൻ. ഇവിടെ അടുത്ത് വളാഞ്ചേരിയിൽ ഒരു ചങ്ങാതി MDMന്റെ കഥ പറഞ്ഞതുപോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ പറയുന്നു, ഉസ്താദ് എൻ്റെ മകന് 10-ാം ക്ലാസ്സിലായതേ ഉള്ളൂ, +1-നായതേ ഉള്ളൂ, +2-നായതേ ഉള്ളൂ. അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവൻ വാപ്പാടെ നേരെ കിടന്ന് ചീത്ത വിളിക്കുന്നു, എന്നെ തല്ലാൻ വരുന്നു. എന്തേ ഉസ്താദെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി? അവൻ കഞ്ചാവ് അടിക്കുന്നു, കള്ളു കുടിക്കുന്നു, എത്ര വഴുത് കേട്ടു, എത്ര ഉപദേശം കൊടുത്തു, എന്തൊക്കെ ചെയ്തിട്ട് ഇവൻ നന്നാകുന്നില്ല. എന്തേ കാരണം? നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എന്തെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കേൾക്കുന്നു? അള്ളാഹുവിന്റെ ഖുർആൻ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു.
ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. ആ മാറ്റം വരാത്തതിനൊരു കാരണമാണ് പറയുന്നത്. പേടിക്കണേ ബാപ്പാ, പേടിക്കണേ ചെറുപ്പക്കാരാ. എന്തുകൊണ്ടാണ് പ്രായമായിട്ട് നിന്റെ വാപ്പയ്ക്ക് നന്നാകാൻ പറ്റാത്തത്? നിന്റെ ഉമ്മയുടെ ദുസ്വഭാവങ്ങൾ മാറാത്തതിന്റെ കാരണം എന്താ? ഈ 60 വയസ്സുള്ള നീ പോലും ചെയ്യാത്ത പാപം നിന്റെ മക്കള് ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അവർക്ക് പേടിയില്ല. എത്ര വഅദ് പറഞ്ഞാലും അവര് കേൾക്കുന്നില്ല. അവര് കളിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. ഉമ്മ തന്നെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അല്ലാ, ഇവരുടെ ഹൃദയം എന്തേ കരിമ്പാറയെ പോലെ ആയിപ്പോയോ? ഇവരുടെ ഹൃദയം എന്തേ കരിങ്കല്ലിനെ പോലെ ആയിപ്പോയോ? ആയിപ്പോയതാ സഹോദരാ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? വമൻ അദ്ലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, ഖുർആനിനെ പരിഗണിച്ചില്ലെങ്കിൽ, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, ഖുർആനിനെ നിസ്സാരമാക്കി കളഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കിയ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വഇന തദഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. പേടിക്കണേ മുസ്ലിമേ, ഭയക്കണേ മുസ്ലിമേ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറയുകയാണ്. വഇൻ തദഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ല, ഒരിക്കലും അവര് നന്നാകില്ല. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കേറൂല. എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര കരഞ്ഞാലും, എത്ര നിലവിളിച്ചാലും, എത്ര വഅദ് പറഞ്ഞാലും അവര് കേൾക്കൂല. അതാ വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. നിന്റെ മോന്റെ ചെവിയുണ്ടല്ലോ, അല്ലാഹ് അടച്ചു വെച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം സീല് വെച്ചിരിക്കുകയാണ്. നീ എത്ര വഅദ് പറഞ്ഞാലും കേൾക്കൂല. കേട്ടാലല്ലേ നന്നാകാൻ പറ്റൂ, കേട്ടാലല്ലേ നന്നാകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നില്ലടോ. ഒരിക്കലും അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചരിത്രം വായിച്ചു നോക്കടാ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്ന് സമയം കളയുമ്പോ മോനെ നിന്റെ മുൻഗാമികളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. നാളെ 17-ാം രാവാണല്ലോ. 313 സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ബദറിന്റെ രണാങ്കണത്തിലെ ഷഹീദായ 14 ശുഹദാക്കളുണ്ടല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുമോനെ. അവരാടാ ചെറുപ്പക്കാര്. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള, 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ എത്ര ചെറുപ്പക്കാരാണ് പടച്ചവനെ ബദറിൽ പങ്കെടുത്തതെന്നറിയുമോ? സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. എത്രയെത്രയോ സ്വഹാബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അതാ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു. ഇതെല്ലാം 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാര് കളിയും തമാശയും കള്ളും പെണ്ണും വ്യഭിചാരവും ചൂതാട്ടവുമായി നടക്കുമ്പോ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ സഹോദരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്നു പോവുകയാ. ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. യാ അഖീ, എന്റെ പൊന്നനിയാ, എന്തിനാടാ ഒളിച്ചു നടന്നു പോകുന്നത്? എന്തിനാണ് ബദറിന്റെ രണാങ്കണത്തിലൂടെ നീ ഒളിച്ചു നടന്നു പോകുന്നത്? ജ്യേഷ്ഠനോട് അനുജം പറയുന്നു, ഇക്കാ, അല്ലാഹുവിന്റെ റസൂല് കാണാതെ നടന്നു പോവുകയാണ്. നബിതങ്ങൾ കാണാതിരിക്കാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടക്കുന്നത്. എന്റെ നബിതങ്ങൾ കണ്ടാലെന്തേ? അവിടുന്ന് ഉമൈർ പറയുകയാ, എനിക്ക് പ്രായം കുറവാണ്, 16 വയസ്സേ ഉള്ളൂ, 16 വയസ്സേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിൽ പോകാൻ എന്നെ സമ്മതിക്കൂല. ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ പ്രായം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് നബിതങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടന്നു പോകുന്നത്. അല്ലാഹുവേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ കാണുകയാണ്. നബിതങ്ങൾ അവിടുന്ന് കണ്ടപ്പോ അവിടുന്ന് പറയുകയാ, ഉമൈർ ഇബ്നു അബീ വഖാസ്, വീട്ടിലേക്ക് പോ, നീ ബദറിൽ വരണ്ട, നീ ബദറിന്റെ രണാങ്കണത്തിൽ വരണ്ട, നീ കുട്ടിയാണ്, നീ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും മടക്കി വിടുമ്പോ ഉമൈർ ഇബ്നു അബീ വഖാസ് നബിതങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് കൈപിടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യർസുക്കൻ, അവിടെന്ന് പറയുകയാ, ലഅല്ലല്ലാഹു അയ്യർസുക്കൻ ഷഹാദ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പോയി ഷഹീദാകണം നബിയേ. ആ 16 വയസ്സുകാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. ടാബിന് വേണ്ടിയല്ല, കമ്പ്യൂട്ടറിന് വേണ്ടിയല്ല, കറങ്ങാൻ പോകാനല്ല, ബൈക്ക് വാങ്ങാനല്ല, ടൂറ് പോകാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചിട്ട് ആ 16 വയസ്സുകാരൻ കരയുകയാ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കണം നബിയേ. ആ പൊന്നുമോന്റെ കരച്ചിൽ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ അനുവാദം കൊടുക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, വാളും പരിചയം പിടിക്കാൻ പോലും അറിയില്ലടോ, എങ്ങനെയാണത് കെട്ടേണ്ടതെന്ന് പോലും അറിയില്ല. എന്റെ സഹോദരന് ഞാനാണ് ആ പരിചയ വെച്ച് കെട്ടിക്കൊടുത്തത്. അവിടെ പോയി ഷഹീദ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കടാ മോനെ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണം. ആരാണ് ബദരീങ്ങള്? ഇവരുടെ ചരിത്രമാണ് നീ വായിച്ചു നോക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പഠിക്കണം. ഇന്നത്തെ യുവതലമുറ മറന്നുപോയടോ. അല്ലാഹുവിന്റെ റസൂലും ബദരീങ്ങളെ കുറിച്ചൊക്കെ ഇന്നത്തെ മക്കളെ മറന്നുപോയി. അവർക്ക് ആരാണെന്നറിയില്ല. ഇന്ന് സാധാരണ റമദാനിൽ ഒരു ദിവസം പോലെ കടന്നു വരുന്നു. അന്നെന്ത് പ്രത്യേകതയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമെടുത്ത് നോക്ക്. അഫ്രഇന്റെ 2 മക്കൾ, അഫ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ 2 മക്കൾ, അല്ലാഹുവേ, ചരിത്രമെടുത്ത് ചരിത്രമെടുത്ത് നോക്കിയാൽ മുഅബ്ബദും മുഅവ്വിദും 2 കുട്ടികളാണ്. 8ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ മക്കൾ ഇസ്ലാമിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുആദും മുഅവ്വിദും എന്ന് പറയുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ചരിത്രമെടുക്ക്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ കുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സഹാബി പറയുന്നു, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോൾ എന്റെ വലതും ഇടതും 2 കുട്ടികളാണ് നിൽക്കുന്നത്.
അപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവനെ വല്ല യോദ്ധാക്കന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഈ കുട്ടികളെ എന്റെ വലതും ഇടത് നിൽക്കണേ. അപ്പൊ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നു, ആ സമയത്ത് ആ 2 കുട്ടികളിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, യാ അമ്മി, നമ്മള് മാമാ മാമാ എന്നൊക്കെ വിളിക്കൂലേ, കാക്കാ കാന്ന് വിളിക്കണ പോലെ ഈ 2 മക്കൾ അടുത്ത് നിന്നിട്ട് മഹാനവറുകള് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാ, ഈ കുട്ടികൾ ചോദിക്കുന്നു, ഹൽ തഅരിഫു അബൂജഹൽ, ഈ അബൂജഹൽ ആരാ? ഈ കുട്ടി ചോദിക്ക, ബദറിന്റെ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അബൂജഹൽ ആരാണ്? അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, മക്കളെ അറിയാവോ, അബൂജഹലിനെ അറിയാവോ? അറിയാം. ഒമാ ഹാജത്തുക ഇലൈക, എന്തിനാ മക്കളെ നിങ്ങൾ ഈ അബൂജഹലിനെ തിരയുന്നേ? അപ്പൊ ആ കുട്ടികൾ പറയുന്നുണ്ട്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നബി തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ പറയാ, അബൂജഹലിനെ ഒന്ന് കാണിച്ചതാ. ഒരുത്തം പറയാ, അബൂജഹലിനെ നിങ്ങൾ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. 2 കുട്ടികളാണ് അവരുടെ ചരിത്രം പറയുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്ന, ഒരു വലതുഭാഗത്ത് നിൽക്കുന്ന കുട്ടി പറയുകയാ, അവനെ ഒന്ന് കാണിച്ചതാ, അവനെ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. ഉടനെ ഇടത് സൈഡിൽ നിൽക്കുന്നവൻ പറയണോ, ഒക്കെ എനിക്ക് കാണിച്ചതാ, ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നു, അവസാനം ആ കുട്ടികൾ കാണിച്ചു, മോനെ ദോ ആ വരുന്നവനാണ് അബൂജഹൽ, കാണിച്ചു കൊടുത്തു. ആ വരുന്നവനാണ് അബൂജഹൽ, കാണിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ 2 കുട്ടികളാണ് അബൂജഹലിനെ കൊന്നുകളഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ ഇതായിരുന്നു അന്നത്തെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കല. ഇന്നത്തെ കുട്ടികൾ പടച്ചവനെ ഇപ്പൊ MDM എല്ലാം കഴിഞ്ഞിട്ട് വെറൈറ്റി സാധനങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് കുടിക്കുന്ന അവസ്ഥ. ചുമയുടെ മരുന്ന് വാങ്ങി വരെ കുടിക്കുക, മൊത്തവും ലഹരിക്ക് വേണ്ടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒക്കെ എടുക്കാറായോ? വലിയ പുരോഗതിയൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ. പൈസ ഇല്ലാത്തവർക്ക് സ്കാൻ ചെയ്യാനുള്ള ഡിജിറ്റലാണല്ലോ, ഇനി അതുകൊണ്ട് പഠിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടമാകില്ല, സദക്ക ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളുടെ ആരുടെയും 5 നയാ പൈസ അള്ളാഹിക്ക് വേണ്ട. അള്ളാഹിക്ക് നിങ്ങളുടെ പൈസ കൊണ്ട് ആവശ്യമൊന്നുമില്ല, അള്ളാഹുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ നമുക്കാണ് നേട്ടം. ആ സദഖത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇന്ന് രാവിലെ വഴുതിന് വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു, ആക്സിഡന്റ്. ആംബുലൻസിലൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്ന കണ്ടു. എടോ, നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ സദക്ക തട്ടിമാറ്റുമെന്ന മാരകമായ രോഗങ്ങൾ പലരും പറയുന്നു, ഉസ്താദെ രോഗമാ രോഗമാ രോഗമാ, എന്തെല്ലാം മരുന്ന് കഴിച്ചു, ആരെല്ലാം കാണിച്ചു, മാറുന്നില്ല. ഇടോ, സദക്ക കൊടുത്ത രോഗം മാറും, സദക്ക കൊടുത്ത രോഗം മാറും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുത്ത് ചികിത്സിക്കും. ഏതു മാരകമായ രോഗത്തിനെയും മാറ്റാൻ സദക്കയ്ക്ക് പവറുണ്ടോ? അപ്പൊ അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുത്തിട്ട് എത്രയോ പേര് രോഗങ്ങളും. ഇപ്പൊ ഈ സ്ഥാപനത്തിന്റെ തന്നെ ഒരു മെമ്പറാണ് നമ്മുടെ അഡ്വക്കേറ്റ്. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു സഹോദരനാണ്. ഞാൻ എവിടെ പോകുമ്പോഴും അൽഹംദുലില്ലാ, പലപ്പോഴും പല പരിപാടികൾ പോകുമ്പോഴും സദക്കകൾ കൊടുക്കാറുണ്ട് അദ്ദേഹം. സ്ഥാപനത്തിലെ കുട്ടികളെ വലിയ സർജറി എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന തെളിവുകളാണ്. എടോ, ഈ ചിരിയും കളിയും ഒക്കെ, ഞാനിപ്പോ എന്നെ കുറിച്ച് തന്നെ, ഇന്ന് ഞാൻ സാധാരണ ഞാൻ കമീസായിടുന്നത്, ഇന്ന് ജുബ്ബ ഇട്ടതാ. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കൊരു പനി വന്നു. ആ പനി വന്നതിന് ശേഷം ഞാൻ 15 കിലോ കുറഞ്ഞു. എല്ലും തോലുവായിപ്പോ 15 കിലോ ഞാൻ കുറഞ്ഞു. എൻ്റെ കൂടെ വരുന്നവരൊക്കെ പറയുന്നു, ഉസ്താദ് എന്തോ വലിയ പ്രശ്നമുണ്ട്, ഉസ്താദ് ആശുപത്രി പോ എന്ന് പറഞ്ഞ് എന്നെക്കാലും ധൃതി അവർക്കാ. അള്ളാഹു എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഞാനാണെങ്കിൽ പുടവയറൊക്കെ ചാടിയിട്ട് തടി കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം പണി നോക്കി, ഒരു വഴിയില്ലായിരുന്നു. അള്ളാഹ് വിചാരിച്ചപ്പോൾ അത് സിമ്പിളായിട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഓരോ മനുഷ്യന്മാര് രാവിലെ എഴുന്നേറ്റിട്ട് ഓടുവാടോ തടി കുറയ്ക്കാൻ. കയ്യിലൊരു കമ്പുണ്ട്, പട്ടിയെ തല്ല. സുബഹി നിസ്കരിക്കാൻ നടന്ന് പള്ളിയിൽ പോയിരുന്നെങ്കിൽ എന്നെ തടി കുറഞ്ഞാൽ.
എടോ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ആശുപത്രിയും പോകുന്നില്ല, ഞാൻ ദുആ ചെയ്യുന്നു. എൻ്റെ ഏറ്റവും വലിയ ബലമെന്താ? ഇതുപോലെയുള്ള മജ്‌ലിസിലെ ദുആയ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഈ ചിരിയും കളിയും ഒക്കെ മാറും. എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു സഹോദരൻ പെരുമ്പാവൂരുള്ളതാ. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ എൻ്റെ പള്ളി വന്ന് വിളിച്ചിട്ട് കൊച്ചി എയർപോർട്ടിൽ കൊണ്ടുപോയി ടാറ്റയും കാണിച്ച് കയറ്റി വിട്ടു. 2 ദിവസം കഴിഞ്ഞു സഹോദരൻ്റെ ബ്ലഡ് കുറഞ്ഞു. അറിഞ്ഞത് പിന്നെ ഐസിയുവിനകത്ത് വെന്റിലേറ്ററിലായെന്ന. മജ്ജയിൽ ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയച്ചു. ഇപ്പൊ റിസൾട്ട് വന്നു, അദ്ദേഹത്തിന് മജ്ജയിൽ ക്യാൻസർ ആണെന്ന്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഇത്രയൊക്കെ ഉള്ളൂടോ മനുഷ്യന്റെ കാര്യം. ഈ ചിരിയും കളിയും ഒക്കെ മാറും. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന, അറ്റാക്ക് വന്നു. നേരെ തിരുവനന്തപുരം കിംസിൽ കൊണ്ടുപോയി. ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല, റാഹത്തായിട്ട് ചിരിച്ചും കളിച്ചും പോയി. അവർക്ക് ആരോഗ്യത്തോടു കൂടിയ ഭാര്യ കൂടെ പോയ, ഭാര്യയും മരുമകളും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സത്യത്തിൽ ആ നെഞ്ചുവേദന വന്ന, അറ്റാക്ക് വന്ന ആശുപത്രി കൊണ്ടുപോയ മനുഷ്യൻ സുഖമായിട്ടിരിക്കുന്നു. വെറുതെ കൂടെ പോയ ഭാര്യ ബിപിയും കുറഞ്ഞു, പൾസും ഇല്ലാതെ പകത്ത് കിടക്കുക. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഇതാണ് മനുഷ്യന്റെ കാര്യം. അതുകൊണ്ട് സഹോദര, എപ്പോഴെവിടെ വെച്ചാ എന്താണെന്നറിയില്ല. ക്യാൻസർ, ഏതും ആരെങ്കിലുമായ രോഗത്തിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടോയെന്നറിയില്ല. അപ്പോൾ അൽഹംദുലില്ലാ, ശൈഖുന വളരെ ഇഖ്ലാസോടുകൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാ ഇതുപോലെയുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഉസ്താദ് മാതൃകയായിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ശിഫയുണ്ട്. അൽഹംദുലില്ലാ, ആ സ്ഥാപനത്തിന് വേണ്ടിയാ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട്, അള്ളാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹ് നീ അത് കരിച്ചു കളയണം. എന്നെ അറുത്തു മുറിക്കരുത്, എൻ്റെ കൈകാലുകൾ മുറിച്ചു മാറ്റരുത്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥ എനിക്ക് വരുത്തരുത്. എൻ്റെ മക്കൾ തന്നെ ഞാൻ മരിക്കണേ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കരുത് എന്ന ഒരു നല്ല നിയ്യത്തോടെ ഒരു ചെറിയ സദഖ, അൽഹംദുലില്ലാ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അൽഹംദുലില്ലാ മനസ്സറിഞ്ഞു കൊടുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ ബദരീങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ലടോ. ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് തന്നെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്തു ബദരീങ്ങൾക്ക് വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ന് വളർന്നു വരുന്നവർക്ക് ബദരീങ്ങളെ കുറിച്ച് അറിവില്ലാതെ പോകുന്നു. അവരെ കുറിച്ച് പഠിക്കണം, ബദരീങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ആ 313 സ്വഹാബത്ത് അവര് നിസ്സാരക്കാരായില്ലായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക അവരെ കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് നാം അവരുടെ പിന്നിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം. അവരെ കുറിച്ച് പഠിക്കുകയും അവരെ ആദരിക്കുകയും അവ ബഹുമാനിക്കുകയും അവര് പോകുന്ന സ്വർഗത്തിൽ നമ്മൾ എന്ത് നന്മയാ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടത് റമളാനിന്റെ 30 ദിവസവും ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, സ്വർഗം തരണോന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. മഹാനായ സയ്യിദുന അംറു ബിനുൽ ജുമൂഹ് റളിയല്ലാഹു തആല മുടന്തനായ സഹാബിയ. ഈ സഹാബി ബദറിന്റെ തലേ ദിവസം നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ബദർ യുദ്ധത്തിന് പോകണം. എനിക്ക് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ബദർ യുദ്ധത്തിന് പോകണം. അപ്പം മക്കള് വന്നിട്ട് പറഞ്ഞു, വാപ്പായ്ക്ക് ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനാ നബിയെ ബദർ യുദ്ധത്തിന് പോകുക? അതുകൊണ്ട് അനുവാദം കൊടുക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉദുറുണ്ട്, നിങ്ങൾക്ക് കാരണങ്ങളുണ്ട്, പോകണ്ട. വയ്യാത്ത ആളാ, സുഖമില്ലാത്ത ആളാ, പോകണ്ട. അനുവാദം കൊടുത്തില്ല. കുറച്ചു നാള് കഴിഞ്ഞു. അപ്പോഴാണ് ആ ഉഹദ് യുദ്ധം കടന്നു വരുന്നത്. ഉഹദ് യുദ്ധം കടന്നു വന്നപ്പോ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ആ വയ്യാത്ത കാലുമായിട്ട് വീണ്ടും നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, 4-5 കിലോമീറ്ററേ ഉള്ളൂ ഉഹദ്, എനിക്ക് പോകണം നബി, എനിക്ക് അനുവാദം വേണം, എനിക്ക് അനുവാദം വേണം, എനിക്ക് ഷഹീദാകണം, എനിക്ക് ഈ മുടന്തുള്ള കാലുമായിട്ട് തന്നെ നാളെ സ്വർഗത്തിൽ പോകണം. എന്നെ എന്തായാലും എൻ്റെ മക്കൾ ഈ പ്രാവശ്യവും വരും കാരണങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ സ്വഹാബി പോയിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ. അവസാനം ആ സ്വഹാബി ദുആ ചെയ്യുന്നു, പടച്ചവനെ, എന്നെ ഉഹദിൽ നിന്ന് നീ മടക്കല്ലേ അല്ലാ, എന്നെ ഉഹദിൽ നിന്ന് നീ മടക്കരുത്, എനിക്ക് ഷഹീദാകണം പടച്ചവനെ. ആ പ്രായം ചെന്ന ഉപ്പ, ആ കാലിന് മുടന്തുള്ള സ്വഹാബി അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദ എന്ന് പറയുമ്പോ ആ മുടന്തുള്ള സ്വഹാബി പോലും പടച്ചവനെ സ്വർഗത്തിൽ പോകാൻ അത്രത്തോളം പരിശ്രമിച്ചു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ വിശുദ്ധമായ റമളാനിന്റെ 15ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കടോ, നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാവുള്ളേ, നമ്മൾ എന്ത് നന്മയാ ചെയ്തു വെച്ചിരിക്കുന്നത്. എടോ, ചെയ്ത നന്മകൾ പോകട്ടെ,
ചെയ്ത തിന്മകളെ കുറിച്ചെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടോ? ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറാകുന്നുണ്ടോ? 10 ദിവസം അള്ളാഹു നൽകിയിട്ട് ജീവിതത്തിൽ തെറ്റുപറ്റാത്ത ആരുമില്ല. ഞാനും ചെയ്തിട്ടുണ്ട്, ഞാൻ മലക്കൊന്നുമല്ല. നിങ്ങൾ ഓരോരുത്തരും തെറ്റ് ചെയ്തവരാ. ഈ ചെയ്ത തെറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് പറയാനുള്ള മനസ്സുപോലും നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും കഴുകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു വഴി പറഞ്ഞു തരാം. എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ആ ഒരു നന്മ നിങ്ങൾ ചെയ്യ്. പാപം മുഴുവനും കഴുകിക്കളയണ്ടേ? പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? പാപം ചെയ്യാത്ത ആരും ഇല്ലല്ലോ. എല്ലാവരും ആവശ്യത്തിൽ ഉഹുദ് മലയോളം ചെയ്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് നമുക്ക് അള്ളാഹുടെ മുമ്പിൽ ഒന്ന് ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്തൂടെ? 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങി പോവാ. എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാ. അന്ന് മാത്രമല്ല തൗബയുള്ളത്, ഇന്നിവിടെ വെച്ച് ചെയ്തിട്ട് പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മൾ പിടിച്ച നോമ്പുകൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്യാൻ കഴിയണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ വെറുതെ കിടന്ന് നിലവിളിച്ചിട്ടോ ഷോ കാണിച്ചിട്ടോ കാര്യമില്ല. ഒരിക്കൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെതിരെ നടന്നു വരുന്നുണ്ട്. ഖലീഫ ഉമറാണ് തൻ്റെ മുമ്പിൽ നടന്നു വരുന്നത്. ഇവിടുന്ന് ഈ മനുഷ്യൻ അങ്ങോട്ട് നടന്നു പോവാ. അപ്പൊ അയാളുടെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. ഇയാൾക്ക് വലിയ ബേജാറായി. ഉമർ തങ്ങളാ വരണേ. അല്ലാഹ്, ഈ ചങ്ങാതിയുടെ കൈ കിട്ടിയ വെറുതെ വിടൂല. അപ്പൊ ഈ മനുഷ്യന് വല്ലാത്ത പേടി. 2 കുപ്പി കള്ളുമായിട്ട് വരുന്ന, ഓടാനൊന്നും പറ്റൂല. 2 പേരും മുഖാമുഖം കണ്ടു കഴിഞ്ഞു. അപ്പൊ ആ ചങ്ങാതി ഏറ്റവും വലിയ വിഷമം, ഉമർ തങ്ങൾ ഇയാൾ നല്ലവനാണെന്ന് വിചാരിച്ചിരിക്കണം. അപ്പൊ ഈ കള്ളു കൊണ്ടുവരുന്ന മനുഷ്യന്റെ മനസ്സിൽ 2 കണ്ണും അടച്ചങ്ങോട്ട് പിടിച്ചിട്ട് ഇയാൾ അള്ളാനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്തത് തെറ്റാ, ഞാൻ ചെയ്യുന്നത് പാപവാ. ഇന്ന് എന്നെ ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഇനി ഞാൻ കൈകൊണ്ടുപോലും തൊടൂല. ഉമറിന്റെ മുമ്പിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ കള്ള് ഞാൻ കൈകൊണ്ടുപോലും തൊടൂല. ഈ മനുഷ്യൻ ഇത് പറഞ്ഞു തീരുന്നതും ഉമർ തങ്ങൾ മുമ്പിലെത്തി. എവിടെ പോയതാ? എന്താ കയ്യിലെന്താ ഇരിക്കണേന്ന് വെച്ചു. ഒറ്റ ചോദ്യം, കയ്യിലിരിക്കണത് എന്താണെന്ന്. ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ അത് വേടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്ത് ധൈര്യത്തിൽ ആ മനുഷ്യൻ സുറുക്കയാണെന്ന് പറഞ്ഞേ? അയാൾക്കറിയാൻ കള്ളാണെന്ന്. ആ കള്ള് സുറുക്കയാണെന്ന് ആ മനുഷ്യൻ പറയാനുള്ള കാരണം എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം. അതാണ് അയാൾ പറഞ്ഞ 2ാമത്തെ വാക്ക്. അല്ലാഹ് എന്നെ ഇന്നിവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ തൊടുക പോലും ഇല്ലല്ല. അതാണ് തൗബ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ കാക്കയുടെ സ്വഭാവം. നമുക്ക് കാക്കയുടെ സ്വഭാവം അറിയോ? കാക്ക രാവിലെ വന്നിട്ട് വേസ്റ്റ് കൊത്തി തിന്നും. വേസ്റ്റ് കൊത്തി തിന്നിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ തല അങ്ങോട്ട്, ഞാൻ വേസ്റ്റ് തിന്നുവില്ലേ എന്ന് പറഞ്ഞിട്ട് തലയിട്ട് മരത്തിലടിക്കും. ഇനി ഒരിക്കലും ഞാൻ തിന്നൂല, ഇനി ഒരിക്കലും ഞാൻ വേസ്റ്റ് തിന്നൂല. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ നല്ല പോലെ ഇങ്ങനെ കിടക്കുന്നു. കാക്ക വീണ്ടും പോയി തിന്നും. വീണ്ടും മരത്തിന്റെ മുകളിൽ കയറിയിട്ട് പറയും, ഞാൻ ചെയ്യൂല. ഇതുപോലെ നമ്മുടെ പലരുടെയും തൗബ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോ അള്ളാഹു നോക്കുന്നതും മനസ്സിലാണ്. ഒരു മനുഷ്യന്റെ നീയത്തിൽ അതിന് 1 മണിക്കൂർ ദുആ ഒന്നും വേണ്ട. ഒരു അസ്തഗ്ഫിറുല്ലാഹ് മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഉസ്താദ് ജുമഅയ്ക്ക് പള്ളിയിൽ പ്രസംഗിച്ചു. ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ച അള്ളാഹു ഒരു മനുഷ്യനെ സഹായിക്കും. ഏത് വിഷയത്തിൽ
അന്ന് രാത്രി ഈ ജുമായ്ക്ക് പള്ളിയിൽ പോയി ഒരു ചങ്ങാതി മോട്ടിക്കാൻ പോയി, കള്ളനായിരുന്നു. മോഷണം നടത്തിയിട്ട് ഇറങ്ങിയപ്പോൾ വീട്ടുകാർ ഉണർന്നു, വിളിച്ചു കൂപ്പി, നാട്ടുകാരെല്ലാവരും എഴുന്നേറ്റു. കള്ളനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും പുറകിലോടുക. കള്ളനാണെങ്കിൽ ജീവനും കൊണ്ടോടുക. നാട്ടുകാരെല്ലാവരും കള്ളന്റെ പുറകെ ഓടും. കള്ളൻ ജീവനും കൊണ്ട് ഓടി ഓടി ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. നല്ല ഒഴുക്കുള്ള പുഴ, മുമ്പിൽ പുഴ, പുറകിലാണെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊല്ലാൻ വരികയാണ്. അപ്പോഴാ ഈ കള്ളൻ ഉസ്താദ് ജുമായ്ക്ക് പ്രസംഗിച്ച പ്രസംഗം ഓർമ്മ വന്നു. ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാ, ഞാൻ ചെയ്തത് തെറ്റാ, ഇന്നത്തോടെ ഞാൻ ഈ പണി നിർത്തി, ഇന്നത്തോടെ ഈ മോഷണം ഞാൻ നിർത്തി, എന്നെ നാണം കെടുത്തരുത്, എന്നെ നീ രക്ഷപ്പെടുത്തണം പടച്ചവനെ, നിന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ. ആ മനുഷ്യൻ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചു. വെള്ളത്തിന്റെ മുകളിലൂടെ റോഡിലൂടെ നടന്നു പോകുന്നത് പോലെ ഈ കള്ളൻ നടന്ന് അക്കരയിൽ പോയി രക്ഷപ്പെട്ടു. ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയി. എന്നിട്ട് ഖതീബിനോട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് സത്യവാ. ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹ് സഹായിക്കുമെന്ന്. ഇന്നലെ രാത്രി ഞാൻ മോഷ്ടിച്ചിട്ട് വരുമ്പോ വെള്ളത്തിന്റെ മുമ്പിലെത്തിയപ്പോ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ട് സത്യമായിട്ട് ഞാൻ ആ വെള്ളത്തിന്റെ മുകളിലൂടെ ഇറങ്ങി നടന്നുപോയി ഉസ്താദ്. ഉസ്താദിനോടത് പറഞ്ഞപ്പോൾ ഉസ്താദിന് വൈകുന്ന രാത്രിയായപ്പോൾ മനസ്സിൽ, എടാ, ഒരു കള്ളൻ ഇങ്ങനെ നടന്നു പോയെങ്കിൽ പിന്നെ എനിക്കും പറ്റുമല്ലോ. ഉസ്താദ് രാത്രി വെള്ളത്തിന്റെ അടുത്ത് പോയി, പുഴയുടെ ചാരത്ത് പോയിട്ട് ഉസ്താദും പറഞ്ഞു, പടച്ചവനെ, ഞാൻ ഇറങ്ങാൻ പോവല്ല, എന്നെ നീ രക്ഷപ്പെടുത്തണേന്ന്. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ടോ? ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നല്ല, രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിലാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് സഹോദര, ചുമ്മാതെ കടന്ന് ഷോ കാണിക്കുന്നതിനപ്പുറം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നീ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മതി. നിന്റെ പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണിക്കുന്ന ദുആ കാണുമ്പോൾ ഇബ്ലീസ് മാറിയിരുന്നിട്ട് ചിരിക്കുക, എന്താ അള്ളാഹ് ചെയ്യണേ? ഇബ്ലീസിന് തന്നെ ചിരി വരുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ദുആയൊക്കെ. ഇവിടെ തൗബ എന്ന് പറഞ്ഞാൽ എത്രത്തോളം തൗബ ചെയ്യണമെന്ന് ഞാനൊരു തൗബ പറഞ്ഞു തരാം. മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര മണി വരെ ഉണ്ട്? 12:20, 25. കുറച്ചേരം കൂടി ഇരിക്കില്ലേ? കുറച്ചേരം കൂടി ഇരിക്കില്ലേ? മാക്സിമം 1 മണി വരെ, കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. നബി തങ്ങൾ ഒരിക്കൽ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു, ഒരു ആവശ്യത്തിന്. ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ, ഒരു വീടിന്റെ പരിസരത്തു കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുക. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഈ പെണ്ണ് കുളിക്കുന്നത് കണ്ടു. അങ്ങ് നോക്കിക്കൊണ്ടങ്ങ് നിന്നു. സാധാരണ നോട്ടമല്ല, നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ആ പെണ്ണിന്റെ കുളി കണ്ടുകൊണ്ട് നിന്നു. കുറെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സഅലബയ്ക്ക് മനസ്സിലാകുന്നത്, അല്ലാഹുവേ, ഞാൻ എന്താ അല്ലാഹ് ചെയ്ത? പാവമല്ലേ അല്ലാഹ് ചെയ്തേ? ഞാൻ ഇത്രയും നേരം ഒരു പെണ്ണ് കുളിക്കുന്നത് കണ്ടല്ലോ, പാപം ചെയ്തു പോയല്ലോ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ കരയാൻ തുടങ്ങി, കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, ഇനി ഈ പെണ്ണിന്റെ ശരീരം കണ്ട ഈ കണ്ണുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ നബിതങ്ങളെ കാണും? ഞാൻ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ എങ്ങനെ പോകും? സഅലബ കരയുക. അവസാനം സഅലബ നിലവിളിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം എങ്ങോട്ട് പോയെന്നറിയില്ല. രാവും പകലും സഅലബ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മലഞ്ചെരുവിലൂടെ, മരുഭൂമിയിലൂടെ നടക്കുകയാ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാ. ഭക്ഷണം കഴിക്കാറില്ല, വീട്ടിൽ പോകാറില്ല. സഅലബാനെ പിന്നെ ആരും കണ്ടിട്ടില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്നു. ആഴ്ചകൾ കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞു. അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ് നബി തങ്ങളുടെ മുമ്പിലേക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, ആ ചെറുപ്പക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്നൊന്ന് പറയണേ നബിയേ.
ഏഴാകാശം കടന്ന് ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, എത്ര തൗബ ചെയ്തിട്ടുണ്ടാകും വാപ്പാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിക്ക് പള്ളിയിൽ വന്നു, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ സഅലബ എവിടെ? സ്വഹാബാ യാ റസൂലല്ലാഹ്, നബിയെ കാണാനില്ല നബിയെ, ആഴ്ചകളായിട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ തങ്ങളെയും സൽമാൻ തങ്ങളെയും വിളിക്കുകയാണ്. രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, സഅലബയെ കൊണ്ടുവരാറ്, എവിടെയുണ്ടെങ്കിലും എന്റെ മുമ്പിൽ കൊണ്ടുവരാറ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സുബഹി നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്നിറങ്ങിയതാണ്. തിരഞ്ഞു നടക്കുകയാണ്, തിരഞ്ഞു നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു നടന്നു. സഅലബയെ കാണാനില്ല, സഅലബയെ കാണാനില്ല. അവസാനം പടച്ചവനെ മരുഭൂമിയുടെ ഒരു ഭാഗത്തിങ്ങനെ ഇരിക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യൻ വരികയാണ്, ഒരാട്ടിടയനായ മനുഷ്യൻ വരികയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅലബയെ കണ്ടോ? നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഈ മലഞ്ചെരുവിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബയാണോ എന്നെനിക്കറിയില്ല. ഒരു ദിവസം എന്റെ ആടുകൾക്ക് വെള്ളമെടുക്കാൻ ഞാനൊരു മലഞ്ചെരുവിലേക്ക് പോകുമ്പോ അതാ എല്ലും തോലുമായ ഒരു ചെറുപ്പക്കാരൻ മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിറങ്ങി വരികയാണ്. മണ്ണുവാരി തലയിലിടുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്, നരകത്തിലാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ആ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത അടയാളം വെച്ചുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തെരഞ്ഞു പോവുകയാണ്. പടച്ചവനെ ചെന്ന് നോക്കുമ്പോ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മുടിയെല്ലാം ജടപിടിച്ച് എല്ലും തോലുമായി കീറിഞ്ഞ് പറഞ്ഞ വസ്ത്രവുമായി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. പടുത്തു കിടക്കുന്ന മണലുവാരി തന്റെ ശരീരത്തിലിടുകയാണ്. തെറ്റ് ചെയ്തു പോയല്ലോ, വ്യഭിചരിച്ചു പോയല്ലോ, നരകത്തിലാണല്ലോ. അല്ലാഹുവേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവരെ, മരിച്ചാ മതിയായിരുന്നു പടച്ചവരെ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാണ്. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, സഅലബാ. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, സഅലബാ. ഇല്ല ഉമറേ, ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ വരൂല, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, എന്നെ നിങ്ങൾ വെറുതെ വിട്. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ നബിതങ്ങളെ വിളിക്കുകയാണ്. അവസാനം സഅലബ പറയുകയാണ്, എന്റെ കാലിലെ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ചുകൊണ്ട് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോക്കോ. ഇല്ലടാ, ഇല്ല സഅലബ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും സഅലബ. അവസാനം സഅലബ സമ്മതിക്കുകയാണ്. സഅലബ ഒരു കണ്ടീഷൻ പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയോ? നിസ്കരിക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാറ്, നിസ്കരിക്കുന്ന സമയത്ത് വേണം കൊണ്ടുപോകാറ്. അങ്ങനെ സമ്മതിക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനുമായി ഉമർ തങ്ങളും സൽമാൻ തങ്ങളും മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. നിസ്കാരത്തിന്റെ സമയമാണ്, നിസ്കാരം തുടങ്ങുകയാണ്. എല്ലാവരും പള്ളിക്കകത്ത് കയറി. സഅലബ നിസ്കരിക്കാൻ വന്നു നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യുന്ന സൂറത്ത് ഏതെന്നറിയുമോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ.
ഈ ആയത്തങ്ങ് പാരായണം ചെയ്ത് കഴിയുമ്പോ സഅലബ ബോധം കെട്ട് താഴെ വീഴുകയാ. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ സഅലബ താഴെ വീഴുകയാണ്. നമസ്കാരം കഴിഞ്ഞു. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ എവിടെ? അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വന്നു. സഅലബയ്ക്ക് ബോധം വന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, സഅലബ അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. സഅലബ ഇതെന്തോ കോലമാ സഅലബ? വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ആഴ്ചകളായല്ലോ. വീട്ടിലേക്ക് പോ സഅലബ, കൊണ്ടുവിട് സഹാബ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ പറഞ്ഞു വിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറക്കമില്ലടോ, കരച്ചലാണ്, ഭക്ഷണം കഴിക്കണില്ല, നിലവിളിയാണ്. 8 ദിവസം കഴിഞ്ഞു. സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടി വരുന്നു. നബിയേ, യാ റസൂലല്ലാഹ്, സഅലബ സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. ഉറക്കമില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും നിലവിളിയാ നബിയേ. തെറ്റുകാരനായി പോയല്ലോ, പാപം ചെയ്തു പോയല്ലോ, നരകത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലായിരുന്നു നബിയേ. സക്കറാത്തിന്റെ അവസ്ഥയിലാണ്. അല്ലാഹുവിന്റെ റസൂല് കാണാൻ പോയി, നബി തങ്ങളെ കാണാൻ പോയി. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ നബി തങ്ങൾ അടുത്ത് നിന്നു. അള്ളാന്റെ റസൂലിന് മനസ്സിലായി മരണം അടുത്തെന്ന്. നബി തങ്ങൾ സഅലബയുടെ തല പിടിച്ച് മടിയിലേക്ക് വെക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തലയെടുത്തിട്ട് അള്ളാന്റെ റസൂല് തന്റെ ശറഫാക്കപ്പെട്ട മടിയിലേക്ക് വെക്കുമ്പോ, വേണ്ട നബിയേ, വേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തല വലിച്ചിട്ടങ്ങ് താഴേക്കിടുകയാ. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, സഅലബ ഇഷ്ടമായില്ലേ? സഅലബ, എന്റെ മടിയിൽ തല വെക്കുന്നത് നിനക്കിഷ്ടമായില്ലേ? സഅലബ, ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ, എന്റെ മടിയിലൊന്ന് കിടക്കാൻ, എന്റെ ചാരത്ത് കിടന്നു മരിക്കാൻ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ. എന്തേ സഅലബ നീ തലവലിച്ച് താലയിടുന്നത്? എന്തേ സഅലബ ഇഷ്ടമായില്ലേ? സഅലബ, യാ റസൂലല്ലാഹ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, എനിക്കതിനുള്ള യോഗ്യതയില്ല നബിയേ, ഞാൻ പാപിയാ നബിയേ. അങ്ങയുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കാൻ, അങ്ങയുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കാൻ എനിക്കർഹതയില്ല നബിയേ. താഴെ കിടക്കട്ടെ, റബ്ബങ്ങാടും എന്നോട് കരുണ കാണിച്ചാലോ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, ഈ കാണുന്ന മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവരെ, കള്ളു കുടിച്ചില്ല സഅലബ, വ്യഭിചരിച്ചില്ല സഅലബ, ശിർക്ക് ചെയ്തില്ല സഅലബ, എന്ത് തെറ്റാണ് ചെയ്തതെന്നറിയുവോ? നടന്നു പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു പെണ്ണൊന്ന് കുളിക്കുന്നത് കണ്ടപ്പോ, ഒരു പെണ്ണിന്റെ ഔറത്തൊന്ന് കണ്ടപ്പോ 40 ദിവസം രാവും പകലും മലഞ്ചെരിവിൽ പോയി കിടന്ന് പടുത്ത് കിടന്ന മലരാരുണ്യത്തിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തവരാ. അവസാന കരഞ്ഞ് കരഞ്ഞ് വീടിന്റെ അകത്ത് കിടന്നു മരിക്കുമ്പോ, സഹോദരാ, തൗബ എന്ന് പറയുന്നത് ഇതിനാണ്, തൗബ എന്ന് പറയുന്നത് ഇതിനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ തൗബ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ സഹോദരാ? നമുക്ക് വല്ലാത്ത ധൈര്യമാടോ, നമുക്ക് പേടിയില്ലടോ. മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനുമൊന്നും നമുക്ക് പേടിയില്ലടോ.
പാപം ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വ്യഭിചരിച്ചിട്ട് തമാശ പോയി പറയുന്നെറിഞ്ഞുകൊണ്ട് വ്യഭിചരിച്ചിട്ട് നിസാരമായി കടന്നു പോകുന്നവരുണ്ടല്ലോ. സ്വന്തം ഭാര്യ വഞ്ചിച്ചിട്ട് വീടിന്റെ അകത്ത് പോയി കിടക്കുന്നവര്, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് കിടക്കുന്ന ഭാര്യമാര്, സ്കൂളിൽ പോകുന്ന പേര് പറഞ്ഞു പോയിട്ട് കാമുകന്റെ കൂടെ കറങ്ങാൻ പോയി ആഗ്രഹം മുഴുവനും സാധിച്ചിട്ട് ഫർദിയും ധരിച്ച് വീട്ടിൽ കയറി വന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ഒരു പേടിയുമില്ലാതെ റൂമിന്റെ അകത്ത് കയറി മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് ചെയ്തതൊക്കെ നല്ലതാണെന്ന് പറയുന്ന പെങ്ങള്, കഞ്ചാവ് വലിച്ചിട്ട് വീട്ടിൽ കയറി വരുന്ന എന്റെ ചെറുപ്പക്കാരാ, മനക്കുത്തെന്ന് പറയുന്ന ഒന്നില്ലേടാ, മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ലേ? പേടിയില്ലേ മക്കളെ? പേടിയില്ലേ ചെറുപ്പക്കാരാ? വല്ലാത്ത ധൈര്യമാടോ, വല്ലാത്ത ധൈര്യമാടോ. എന്നാൽ ആസ്വദിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്നവരോട് പറയുകയാ, ഇടിത്തീ വീഴുന്നത് പോലെ മരണം വരുമടോ. ഇടിത്തീ വീഴുന്നത് പോലെ തൗബ ചെയ്യാൻ നിനക്ക് സമയം കിട്ടാതെ, ഒരല്പനേരം പോലും നിനക്ക് തൗബ ചെയ്യാൻ അല്ലാഹു തരാതെ, സർവ്വ സ്വപ്നങ്ങളും തകർത്തുകൊണ്ട് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ നിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? എന്ത് ചെയ്യും പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല 240 മണിക്കൂർ തന്നത് നിനക്ക് പാപം കഴുകാനാ. ചെയ്തു പോയത് മുഴുവനും അല്ലാഹുവോട് പറയാനാ. ഇന്നത്തോടുകൂടി പകുതി ദിവസം തീരുകയാണ്. ഇനിയുള്ള രാവുകളെ വിലപ്പെട്ടതാണ്. നാളെ 17-ാം രാവാണ്. സഹോദരാ, പറയേണ്ടത് മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. ഇല്ലെങ്കിൽ അല്ലാഹുവേ നമ്മൾ നഷ്ടവാളികളാ. അതുകൊണ്ട് സദസ്സിൽ വന്നവരോട് പറയുകയാണ്, ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ റമളാൻ മാസത്തിൽ 60 ഖത്തം ഓതി തീർക്കുമായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാത്രിയിൽ നിസ്കരിച്ച് ഖത്തം തീർക്കുമായിരുന്നു. ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാര്, മഹാന്മാര്, എന്തിനാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ ഖത്തം ഓതി തീർക്കുമായിരുന്നു. എടുത്തോ ചെറുപ്പക്കാരാ, 15-ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്നവരെ ഒരു ജുസുവെങ്കിലും പാരായണം ചെയ്തോ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തോ സഹോദരാ. ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ മോനെ? അതുകൊണ്ടും മടങ്ങിക്കോ, അതുകൊണ്ടും മടങ്ങിക്കോ. റമളാനിനൊരു മനുഷ്യനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ, റമളാനിന് ഒരു മനുഷ്യനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ട്. ഖുർആനിനും അവസരമുണ്ട്. ഖുർആനിന് നാളെ ചിലരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമെന്നാണ്. അതുകൊണ്ട് രണ്ടിനും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് പടച്ചവന് ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, തിരിച്ചു കിട്ടാത്തതാണ്. അല്ലാഹു ഒരിക്കലും തിരിച്ചു തരൂല. ലൗലാ അഖർതനീ ഇലാ അജലിൻ കരീം, എത്ര യാചിച്ചാലും അല്ലാഹു തരൂല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു റമളാൻ മാസത്തിൽ 60 ഖത്തം. നമ്മൾ പടച്ചവനെ ഒരെണ്ണമെങ്കിലും തീർത്താൽ മതിയായിരുന്നു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, റമളാൻ മാസത്തിന് ഒരാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ട്. പരിശുദ്ധമായ ഖുർആനിനും ഒരാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഖത്തമോദ്, നന്മകൾ ചെയ്യ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. അർഹമു റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നീ പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാണല്ലോ റഹ്മാനെ. എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ വെറും കൈയോടെ മടക്കല്ല തമ്പുരാനെ.
അള്ളാഹുവെ നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്കും ഒരു അവസരം താ പടച്ചവനെ, ഞങ്ങളോട് നീ കരുണ കാണിക്ക തമ്പുരാനെ. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾ ആരെയും നീ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ, ആട്ടി ഓടിക്കല്ലേ അല്ലാ, ആട്ടി ഓടിക്കല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും ഖബറിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ നീ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. മരിച്ചുപോയവരെ മറന്നു പോകുന്ന മക്കളാക്കല്ല തമ്പുരാനെ. അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. രോഗം പിടിച്ച് വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അള്ളാഹുവെ അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ പലരും രോഗികളാണ് പടച്ചവനെ. അള്ളാഹുവെ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല തമ്പുരാനെ. അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മക്കളാക്കല്ല അല്ലാ. മാതാപിതാക്കളെ തല്ലുകയും ചീത്ത വിളിക്കുകയും കൊല്ലാൻ വരികയും ചെയ്യുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. അള്ളാഹുവേ റഹ്മാനായ അല്ലാ, എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റഹ്മാൻ. അള്ളാഹുവേ നീ നല്ല മരണം നൽകണേ പടച്ചവനെ. ഷഹീദിൻ്റെ കൂലി കെട്ടുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ പടച്ചവനെ, ഈ മജ്ലിസിലിരിക്കുന്ന ഈ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സ്റ്റേജിലും പുറത്തു ഇരിക്കുന്ന ഈ പ്രായമുള്ളവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും നല്ല മരണവും കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹു, ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്ന ഉന്നത വിജയം കൊടുക്കണേ റഹ്മാനെ. നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ല റഹ്മാനെ. അവരൊരുപാട് വേദന സഹിച്ചവരാ. ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. നാടിൻ്റെ ഐശ്വര്യമാക്കണേ അല്ലാ. അവിടെ പഠിക്കുന്ന മക്കൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ. ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട സർവ്വ സിഫത്തുകളും നൽകണേ അല്ലാ. ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ശൈഖുനാടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അവിടുത്തെ ബർസഖിയായ ദർജ ഉയർത്തണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബേ, ഈ സ്ഥാപനത്തിനെ സഹായിച്ചവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു, നീ ഇവർക്ക് സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ പടച്ചവൻ. സ്വർഗത്തിൻ്റെ പാനീയം കുടിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ താമസിക്കാനുള്ള അവസരം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബസമേതം നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ, മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലത്തീഫിനെയും സഫീറിനെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, റാഫിയെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവൻ്റെ ദഅവത്ത് നീ സ്വീകരിക്കണേ പടച്ചവനെ. ആരെല്ലാം ഈ പ്രഭാഷണം കേട്ട് ആമീൻ പറയുന്നു അല്ലാ, അവരുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ.
പടച്ചവനെ റഊഫിനെയും സൈനുവിനെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വലാഹിനും ജുറൈജിനും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റഫീഖ് എന്ന എൻ്റെ കൂടെ വന്ന സുൽഫിയെയും റഫീഖിനെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. ഉസ്താദെ ദുആ ചെയ്യണമെന്ന് ആരെല്ലാം പറഞ്ഞോ അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എന്നെ ഇഷ്ടപ്പെടുന്ന അഡ്വക്കേറ്റ് ഉൾപ്പെടെ ഒരുപാട് പേര് ഈ മജ്‌ലിസിലുണ്ട്. ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ പിടിച്ച നോമ്പ് നീ കബൂലാക്കണേ അല്ലാ. ഈ പട്ടിണി ഇരുന്നത് വെറുതെ ആക്കല്ല അല്ലാ. ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ നീ ഇത് വലിച്ചെറിയല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പിടിച്ച നോമ്പിൻ്റെ പ്രതിഫലം നീ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ റമദാൻ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാ. ഖൗഫ് നൽകണേ അല്ലാ. തവാള നൽകണേ അല്ലാ. ഹുസ്നുൽ ഖുൽഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളിപ്പം നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാണ് റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. നീ ഞങ്ങളുടെ പാവം പൊറുക്കണേ അല്ലാ. നീ ഞങ്ങളുടെ പാവം പൊറുക്കണേ അല്ലാ. അല്ലാ നീ പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാണല്ലോ റബ്ബേ. നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾ എവിടെ പോകും റഹ്മാനെ. നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ല പടച്ചവനെ. നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പാപം പുറത്തു വരണേ പടച്ചവനെ. അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും ജ്യേഷ്ഠനും ഭാര്യ പിതാവും ഖബറിലാണ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മാനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചോനെ എൻ്റെ ഭാര്യ എൻ്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ. എൻ്റെ പൊന്നു മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ പടച്ചവൻ. എൻ്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവന്. അഹങ്കാരം തരല്ലേ റഹ്മാനെ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എൻ്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. നിനക്കും മരുന്ന് വേണ്ടല്ലോ റഹ്മാനെ. നീ ഷാഫിയല്ലേ പടച്ചവനെ. അറുത്തുമുറിക്കല്ല റഹ്മാനെ. എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ പടച്ചവനെ. ഇബാദത്തിന് തടസ്സം വരുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ദുആയിക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. ഏതെല്ലാം രീതിയിൽ പടച്ചവനെ നാണം കെടുത്താൻ ഒരുപാട് പേര് പരിശ്രമിക്കുന്നവരുണ്ട് റഹ്മാനെ. നീ കൈവിടല്ലേ അല്ലാ. നീ കൈവിടല്ലേ അല്ലാ. പടച്ചവന് ഖുർആനും ഹദീസും പറഞ്ഞിട്ട് ഞാൻ അർത്ഥം പറയുന്നവന് മുതഅല്ലിമാണ്. പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആരെല്ലാം ഇന്നീ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയോ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. നിങ്ങളെ നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. ഈ ഓഡിറ്റോറിയവും സൗകര്യവും ചെയ്തു കൊടുത്തവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഇതിനു വേണ്ടി പരിശ്രമിച്ച ഒരുപാട് മക്കളുണ്ട്. നോമ്പ് പിടിച്ചുകൊണ്ട് അവർ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹു നീ ഒരാളെയും നീ കൈവിടല്ലേ തമ്പുരാനെ. അല്ലാഹു ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഇത് അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ മജ്‌ലിസ് ആക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ അല്ലാ. പടച്ചവനെ പ്രിയ കൂടപ്പുറപ്പ് സാലിഹ് ഹുദവിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ശബ്ദം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ ഉപ്പാട ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹു ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. اللهم رب ارحمهما كما ربياني صغيرا أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار.